നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 25, 2025 വെള്ളി. അങ്ങനെ തുടർച്ചയായി 2 ട്രേഡിംഗ് സെക്ഷനിലായിട്ട് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇന്നത്തെ ഫോളോയോടുകൂടി നിഫ്റ്റി തുടർച്ചയായി 4 ആഴ്ചയിലും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. തൽഫലമായി നിഫ്റ്റി അതിന്റെ 1 മാസത്തെ ലോയുടെ അടുത്തേക്ക് എത്തിച്ചേരുകയുണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ചത് പ്രധാനമായും 6 ഘടകങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് സെൻസെക്സിലും നിഫ്റ്റിയിലും ഫിൻനിഫ്റ്റിയിലൊക്കെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ദൃശ്യമായതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ദൃശ്യമായിരുന്നത്. ബാങ്ക് നിഫ്റ്റിക്കും പക്ഷേ ആ നേട്ടം നിലനിർത്താനായില്ല. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ഹൈ. അവിടെ നിന്നും മാർക്കറ്റ് ഫോൾ ആകുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. നിഫ്റ്റി 24,806 എന്ന നിലയിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കണ്ടു. ഇന്ത്യ വിക്സ് ഇന്ന് 5% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ ഇന്ന് ആകെ 475 കമ്പനികൾക്ക് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. തത്സമയം 2179 കമ്പനികൾ നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് സെൻസെക്സിന് 700-ലേറെ പോയിന്റുകൾ നഷ്ടമായപ്പോൾ നിഫ്റ്റിക്ക് 225 പോയിന്റുകൾ നഷ്ടമായിക്കൊണ്ട് 24,837 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. തത്സമയം ബാങ്ക് നിഫ്റ്റിയിൽ 537 പോയിന്റുകളുടെ നഷ്ടമാണ് ദൃശ്യമായത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലെ വൻ തകർച്ചയിൽ ആകെ ആശ്വാസം കണ്ടെത്തിയ ഒരു സെക്ടർ ഫാർമ സെക്ടർ ആയിരുന്നു. തത്സമയം നിഫ്റ്റി IT, മെറ്റൽ, ഓട്ടോ, ഇൻഡസ്ട്രീസ് ഇന്ന് ഏറ്റവും മോശമായ പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിലും വളരെ മോശമായ പെർഫോമൻസ് ആയിരുന്നു കണ്ടിരുന്നത്. സ്മോൾ ക്യാപ്പിൽ ഇന്ന് രക്തച്ചൊരിച്ചിൽ തന്നെ നടക്കുകയുണ്ടായി. മിഡ് ക്യാപ്പ് തത്സമയം 1% ഇടിവാണ് നേരിടുകയുണ്ടായത്. സിപ്ല, SBI ലൈഫ്, അപ്പോളോ ഹോസ്പിറ്റൽസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റി 50-യിൽ നേട്ടം കൈവരിച്ചപ്പോൾ ബജാജ് ഫൈനാൻസ്, ഇൻഡുസിൻ ബാങ്ക്, ശ്രീറാം ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടുകയുണ്ടായി. ഈ ആഴ്ചയിൽ നിഫ്റ്റി IT ആണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. ഇന്നും നിഫ്റ്റി ITയിൽ അതിശക്തമായ ഇടിവാണ് ദൃശ്യമായത്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച പ്രധാന 6 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമതായി തന്നെ ബജാജ് ഫൈനാൻസിന്റെ റിസൾട്ട് വന്നതോട് കൂടിയിട്ട് ഇന്ന് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളില് പ്രഷർ അനുഭവപ്പെടുകയുണ്ടായി. തൽഫലമായി തന്നെ നിഫ്റ്റി ഫിനാൻഷ്യൽ സെക്ടർ 1%-ലേറെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിലെ ബിഗസ്റ്റ് ഡ്രാഗർ ആയിട്ട് മാറുകയുണ്ടായി. ഇന്ന് ഈ സെക്ടറിനെ പ്രധാനമായും തകർച്ചയിലേക്ക് നയിച്ചത് ബജാജ് ട്വിൻസ് അഥവാ ബജാജ് ഫൈനാൻസ് ആൻഡ് ബജാജ് ഫിൻസർവ്. അതിൽ ബജാജ് ഫൈനാൻസ് ഇന്ന് 5.5%-ലേറെ ഇടിവും ബജാജ് ഫിൻസർവ് 4.5% ഇടിവും ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തുകയുണ്ടായി. പോസിറ്റീവായ സ്ട്രോങ് ക്വാർട്ടർലി ഏർണിംഗ്സ് ആണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ കൂടിയിട്ടും അസറ്റ് ക്വാളിറ്റിയിലുള്ള കൺസേൺസ് തന്നെയാണ് ഇന്ന് സ്റ്റോക്കുകൾ ഇടിയുവാനായിട്ടുള്ള കാരണം. ഇതുകൂടാതെ ഇന്ന് ആക്സിസ് ബാങ്കിലും HDFC ബാങ്കിലും കൊട്ടക് മഹീന്ദ്ര ബാങ്കിലൊക്കെ വന്ന ഇടിവും ഇതിന്റെ എല്ലാം ആക്കം ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിച്ച ഘടകം ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ 7% വർധനവാണ്. 11.58 എന്ന നിലയിലേക്ക് ഇന്ന് ഇന്ത്യ വിക്സ് ഉയരുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഇന്ത്യ വിക്സ് ഉയരുന്നത് ട്രേഡേഴ്സിന്റെ ഇടയിലുള്ള അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് സൂചിപ്പിക്കുന്നത്. തൽഫലമായി തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ സെല്ലിംഗ് പ്രഷറും വർദ്ധിപ്പിക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ചത് ഇന്ത്യൻ രൂപയുടെ വിലയിലുണ്ടായ ഇടിവ് തന്നെയാണ്. തുടർച്ചയായി ഇന്ത്യൻ രൂപയും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടു ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഫ്ലാറ്റ് ആയിട്ടൊരു ക്ലോസിംഗ് നടത്തുവാനായിട്ട് സാധിക്കുകയുണ്ടായെങ്കിൽ കൂടിയിട്ടും ഇന്നും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ തകർന്നടിയുന്ന കാഴ്ചകൾ ദൃശ്യമായി. ഇന്നത്തെ ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷനിലൊക്കെ ഇന്ത്യൻ രൂപ 19 പൈസയിലേറെ നഷ്ടം നേരിടുന്നതായിട്ട് അനുഭവപ്പെടുകയുണ്ടായി. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മുടെ മാർക്കറ്റിലുള്ള സെല്ലിംഗ് വർദ്ധിപ്പിക്കുവാനായിട്ട് സ്വാഭാവികമായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇന്ത്യൻ രൂപയിൽ ഇന്നുണ്ടായ വീക്ക്നെസ്സും ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ ഇടിവിലേക്ക് നയിക്കുകയുണ്ടായി. നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച മറ്റൊരു ഘടകം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയേണ്ടതായിട്ടില്ല. കാരണം ഈ മാസം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മുടെ മാർക്കറ്റിൽ ദൃശ്യമാകുന്നത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഈ ആഴ്ച തിങ്കൾ, ചൊവ്വ, ബുധൻ,
വ്യാഴം വരെ, ഇന്നത്തെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഈ 4 ദിവസങ്ങൾ തുടർച്ചയായ ഒരു സെല്ല് നടത്തി. ഈ 4 ദിവസം കൊണ്ട് മാത്രം 11,572 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും നമ്മുടെ മാർക്കറ്റിന് നേരിടേണ്ടി വന്നത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ തത്തുല്യമായ തുകയ്ക്ക് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും റീറ്റെയിലേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സെല്ലിംഗ് കൂടിയാവുമ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുവാനായിട്ട് ഉതകുന്നില്ല. നമ്മുടെ മാർക്കറ്റിനെ മോശമായി ബാധിച്ച അഞ്ചാമത്തെ ഘടകം വീക്കായ ഗ്ലോബൽ ക്യൂസ് തന്നെയാണ്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സ് ലോവർ ആയ ഒരു ട്രേഡിംഗ് സെക്ഷൻ ആയിരുന്നു ദൃശ്യമായിരുന്നത്. ജപ്പാന്റെ നിക്കി 225 ഒക്കെ ഇന്ന് ഇടിയുന്ന കാഴ്ച കണ്ടു. കാരണം 2 ദിവസത്തിലേറെയായി US ജപ്പാൻ ട്രേഡ് ഡീൽ വന്നതിനെ തുടർന്ന് അവിടെ പുതിയ 52 വീക്ക് ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി. തൽഫലമായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. അവയെക്കുറിച്ചൊക്കെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്വാഭാവികമായിട്ടും ഏഷ്യൻ മാർക്കറ്റ്സിലും യൂറോപ്യൻ മാർക്കറ്റ്സിലൊക്കെ ഉണ്ടായ ഇടിവ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെയും ഇടിവിനെ ഒന്നും കൂടി ദൃഢപ്പെടുത്തി. ആറാമതായി നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് മോശമായി സ്വാധീനിച്ച മറ്റൊരു ഘടകം ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ വർധനവ് തന്നെയാണ്. ഇന്നലെയും ഇന്നുമായി 2 ദിവസങ്ങളായിട്ട് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വർദ്ധിക്കുന്നത് ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. US ഇന്ത്യ ട്രേഡ് ഡീൽ അനിശ്ചിതമായി തുടരുന്നതും നമ്മുടെ മാർക്കറ്റിന്റെ ഇടിവിലേക്ക് നയിക്കുന്നുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 95 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തിലും തത്സമയം ഫ്രാൻസ് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടും വ്യാപാരം തുടരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ കൊറിയൻ മാർക്കറ്റും തായ്ലൻഡ് മാർക്കറ്റും ഇന്തോനേഷ്യൻ മാർക്കറ്റും ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം തുടരുന്നതും അവസാനിപ്പിച്ചതും. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡും ക്രൂഡ് ഓയിലൊക്കെ ഉയർച്ചയിൽ തന്നെയാണ്. തത്സമയം ഗോൾഡിൽ നേരിയ ഇടിവ് ദൃശ്യമാകുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് പ്രവേശിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. IEX ഇന്നലെ നമ്മൾ കണ്ടു, സിംഗിൾ ഡേ കൊണ്ട് സ്റ്റോക്കിൽ 30% ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. മാർക്കറ്റ് കപ്ലിംഗ് ന്യൂസ് പുറത്തു വന്നതിനെ തുടർന്ന് തുടർച്ചയായി 7 ട്രേഡിംഗ് സെക്ഷനിലും സ്റ്റോക്ക് 35% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി മൊത്തത്തില്. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ സ്റ്റോക്കിംഗ് ന്യൂസിൽ കണ്ടിരുന്നു Q1 റിസൾട്ടുകൾ നല്ല ഒരു പ്രകടനമായിരുന്നു കാഴ്ചവെക്കുകയുണ്ടായത്. തൽഫലമായി ഇന്ന് സ്റ്റോക്കിൽ 13% റാലി ഇൻട്രാഡേ ബേസിസിൽ ദൃശ്യമായി. റെയിൽടെൽ കോർപ്പറേഷൻ 10 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. GR ഇൻഫ്ര പ്രോജക്ട്സ് 290 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. സിപ്ല Q1 നെറ്റ് പ്രോഫിറ്റ് സ്ട്രീറ്റ് എസ്റ്റിമേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് 10% ഉയർച്ച നേടി 1298 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂവിൽ 4% ഉയർച്ച രേഖപ്പെടുത്തി. ഓറിയന്റ് ഇലക്ട്രിക് നെറ്റ് പ്രോഫിറ്റ് 17.52% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. തത്സമയം റവന്യൂവില് 21.9% ഉയർച്ചയും രേഖപ്പെടുത്തി. ബജാജ് ഫിൻസർവ് നെറ്റ് പ്രോഫിറ്റിൽ 30% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 2789 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എങ്കിലും സ്റ്റോക്കില് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങൾ പ്രകാരം ഇന്ന് ഇടിവാണ് ദൃശ്യമായത്. ആനന്ദ് രാജ് സ്റ്റോക്ക് 7 ദിവസമായിട്ട് തുടർച്ചയായി ഫോളിലായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെ സ്റ്റോക്കിംഗ് ന്യൂസിൽ കണ്ടതുപോലെ ബെറ്റർ ആയിട്ടുള്ള Q1 ഏർണിംഗ്സ് വന്നതിന്റെ ഫലമായിട്ട് ഇന്ന് സ്റ്റോക്കിൽ 8% റാലി ദൃശ്യമായി. ഏവർക്കും നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. വീക്കെൻഡ് ഒക്കെ എൻജോയ് ചെയ്യുക. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.